കടമെടുത്ത് മുന്നോട്ട് പോകുന്ന ധനസ്ഥിതിയിലാണ് കേരളം. നമ്പർ 1 കേരളമെന്ന് പറയുമ്പോഴും നീതി ആയോഗ് നടത്തിയ റാങ്കിങ്ങിൽ കേരളം ഏറെ പിന്നിലാണ്. സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള റാങ്കിങ്ങിൽ കേരളം വളരെ പിന്നിൽ പോയി. 18 പ്രമുഖ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം 15-ാമതാണ്. വരുമാനം മെച്ചപ്പെടുത്താനായില്ലെങ്കിലും ചെലവുകൾ ഗുണപരമല്ലെന്നും ബാധ്യതകൾ കൂടുതലാണെന്നുമാണ് നീതി ആയോഗിന്റെ വിലയിരുത്തൽ. കടമെടുത്തുള്ള മുന്നോട്ട് പോക്കും പലിശ ഇനത്തിൽ വലിയ പണം ചെലവാക്കേണ്ടി വരുന്നതുമാണ് കേരളത്തിന് തിരിച്ചടിയാകുന്നത്. നീതി ആയോഗിന്റെ 2025-ലെ ധനാരോഗ്യ സൂചിക റിപ്പോർട്ടാണ് 2022-2023-ലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി താരതമ്യപ്പെടുത്തിയത്. 2014-2015 മുതൽ 16-ാം റാങ്കിങ്ങിലായിരുന്നു കേരളം. ഒരു സ്ഥാനം മുന്നിലായെങ്കിലും സംസ്ഥാനങ്ങളെ 4 വിഭാഗങ്ങളായി വേർതിരിക്കുമ്പോൾ ഏറ്റവും പിന്നിലുള്ള ആസ്പിറേഷണൽ വിഭാഗത്തിലാണ് കേരളം. സ്ഥിതി മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുന്ന സംസ്ഥാനങ്ങളായ ഹരിയാന, കേരളം, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ് എന്നിവയാണ് അതിൽ. ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗോവ, ജാർഖണ്ഡ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് മുന്നിൽ. ഒഡീഷയുടെ സ്കോർ 67.8 ആണ്. കേരളത്തിൻ്റേത് 25.4 എന്ന നിലയിലുമാണ്. കേന്ദ്ര മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്നു എന്നതാണ് പലപ്പോഴും റാങ്കിങ്ങിൽ പിന്നോട്ട് പോകാൻ കാരണമായി മാറുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമങ്ങൾക്ക് കേരളം മുൻഗണന നൽകുന്നതായി റിപ്പോർട്ട് പറയുന്നു. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനവും കടം ഉൾപ്പെടെയുള്ള ബാധ്യതകളും തമ്മിലുള്ള അനുപാതമാണ് കടത്തിന്റെ സുസ്ഥിരതയെ സൂചിപ്പിക്കുന്നത്. ഇതിലും കേരളം വളരെ പിന്നിലാണ്.